Hello everyone, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈസി ആയിട്ടുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ തെരട എന്നൊക്കെ പറയുന്നില്ലേ, അതിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കാഷ്യൂസ് ഇട്ട് റോസ്റ്റ് ചെയ്യുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും ഇട്ട് ഞാനൊന്ന് വറുക്കുന്നുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ 4 മുട്ട ഒഴിച്ചു കൂട്ടുന്നുണ്ട്. എന്നിട്ട് ഇതിനെ ഞാൻ സ്ക്രാമ്പിൾ ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങാ ചിരവിയത് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ തേങ്ങയുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മാറ്റി വെക്കാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം, 6 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂണ് ഏലക്കാപ്പൊടി ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിനെ തിളക്കാൻ വേണ്ടി വെക്കാം. അങ്ങനെ ഷുഗർ സിറപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെടുത്ത് മാറ്റി വെക്കാം. ഇനി ഞാനൊരു മിക്സിംഗ് ജാറിലേക്ക് 1 കപ്പ് മൈദ, 1/4 കപ്പ് വെള്ളം, ആവശ്യത്തിന് ഉപ്പ്, 1 മുട്ട ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ ബാറ്റർ കൊണ്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടാവുമ്പോൾ ഇതിലേക്ക് 1 തവി ബാറ്റർ എടുത്ത് ഒഴിച്ച് ഇതുപോലെ എല്ലായിടത്തുമായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നല്ല ചൂടായി വരുമ്പോൾ നമുക്കിതിനെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും ബാറ്ററിൽ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഇതിൽ നിന്ന് ഒരു ദോശ എടുത്ത് ഞാനൊരു പ്ലേറ്റിലേക്ക് വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഫില്ലിങ് 1 സ്പൂണ് ഞാനിതാ ഇതുപോലെ മിഡിലായി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഞാനൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിതാ ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് വെച്ച് ഇതിൻ്റെ നടുവിലായി ഇതുപോലെ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഷുഗർ സിറപ്പ് ഇതിൻ്റെ മുകളിലായി ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എന്നത്തെയും പോലെ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഇത് നിങ്ങൾ ഇതുവരെയായി ട്രൈ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി ഞാൻ വരുന്നവരേക്കും ഗുഡ് ബൈ.